ഹായ്, ഇന്ത്യ ഗേറ്റിന് മുന്നിലാണ്. ഇന്ത്യ ഗേറ്റ് ഒരു യുദ്ധസ്മാരകമാണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസിൽ വെച്ച് മരിച്ച 70,000-ത്തിലധികം വരുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ആയിരത്തി 1921 തുടങ്ങിയ ഇന്ത്യ ഗേറ്റിന്റെ നിർമ്മാണം 1931 കൂടി പൂർത്തിയാവുകയുണ്ടായി. അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രധാന ആർക്കിടെക്റ്റായ ല്യൂട്ടൻസ് ആണ് ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ. ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഭാഗത്ത് സന്ദർശകരെ ആകർഷിക്കാനുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണത്തിൻ്റെയാണ് മെയിനായിട്ട്. പിന്നെ കൂളിംഗ് ഗ്ലാസ്, ബലൂൺ തുടങ്ങിയ അല്ലറ ചില്ലറ കച്ചവടങ്ങൾ അറിയുന്നുണ്ട്.
ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1911 കൽക്കത്തയിൽ നിന്ന് തലസ്ഥാന നഗരി ഡൽഹിയിലേക്ക് മാറ്റുന്നത്. അതായത് 1910 നിയമിതനായ ഹാർഡിംഗ് പ്രഭു ആയിരുന്നു ഇത്തരത്തിലൊരു തീരുമാനത്തിൻ്റെ പിന്നിൽ. ഒന്നുമില്ല, കൂടുതൽ ഭരണ സൗകര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടത്. കൽക്കത്തയിൽ നിന്ന് തലസ്ഥാന നഗരി ഡൽഹിയിലേക്ക് മാറ്റുന്നതിനൊപ്പം നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ മാറ്റങ്ങളുണ്ടായി. വൈസ്രോയ് പാലസ് ഉണ്ടായി, അതുപോലെ റോഡിന് ചുറ്റുപാടുമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക, അങ്ങനെ ഒരുപാട് നല്ല ഡെവലപ്മെൻറ്റ്സ് ആ കാലഘട്ടത്തിലായി ഉണ്ടായിട്ടുണ്ട്. കാണുന്നതാണ് രാഷ്ട്രപതി ഭവന്, അപ്പുറത്ത് കാണുന്ന പാർലമെൻറ്റാണ്. ഡൽഹിയിലെ കേരള ഹൗസിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നല്ല നാടൻ സദ്യയും പിന്നെ പൊരിച്ചമീനൊക്കെ കിട്ടി. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വിശ്രമം ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് മലയാളീസ് തന്നെയാണ്. കേരള ഹൗസ് ഇവിടെ താമസിക്കാനുള്ള മുറിയുണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. കേരള പിറവി അതുകൊണ്ട് 2-3 ദിവസമായിട്ട് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫിലിം ഫെസ്റ്റിവൽ, ബാക്കി കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് കാര്യമായ പരിപാടികളൊന്നുമില്ല, കഴിഞ്ഞിട്ടുണ്ട്. മുഗൾ വംശരാജാവായിരുന്ന ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെ അങ്കണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഹുമയൂൺ ചക്രവർത്തിയുടെ മരണശേഷം ഭാര്യ ബീഗമാണ് ഇത്തരത്തിലൊരു സ്മാരകം അവിടെ പണി കഴിപ്പിക്കുന്നത്. ബാബറിന്റെ മരണശേഷം 23-ാമത്തെ വയസ്സിലാണ് മുഗൾ വംശത്തിന്റെ അധികാരം ഹുമയൂൺ ഏറ്റെടുക്കുന്നത്.
ലോകാത്ഭുതമായ താജ്മഹലിൻ്റെ മാതൃക വരെ ഹുമയൂൺസ് ടോംബിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. ഇതാണ് ഹുമയൂൺസ് ടോംബ്, ഭർത്താവിൻ്റെ നിര്യാണത്തിൽ ഭാര്യ തീർത്ത സ്മാരകം. ആയിരത്തി 1569 ഹുമയൂൺസ് ടോംബ് പണി കഴിപ്പിക്കുന്നത്. ഹുമയൂൺസ് ടോംബിന്റെ ചുറ്റിലുമായിട്ട് നല്ല ഭംഗിയുള്ള ഉദ്യാനങ്ങളാണ്. അങ്ങനെ ഡൽഹിയിൽ നിന്നുമുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ.